നമസ്കാരം സുഹൃത്തുക്കളെ, വിഷ്ണുമായ പരിഹാരം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സകല പുരോഗതിയെയും തടഞ്ഞു നിർത്തുന്ന അദൃശ്യമായ ചില നെഗറ്റീവ് ഊർജങ്ങളെക്കുറിച്ചാണ്. എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു ഉയർച്ചയും ഇല്ലാത്ത അവസ്ഥ, കയ്യിൽ പണം നിൽക്കാത്തത്, കുടുംബത്തിലെ സമാധാനക്കുറവ്, ഇതൊന്നും വെറുതെ തോന്നുന്നതല്ല. പലപ്പോഴും ഇതിന് കാരണം മറ്റുള്ളവരുടെ കണ്ണേറു, നാവേറു അല്ലെങ്കിൽ അസൂയ മൂലമുണ്ടാകുന്ന ദൃഷ്ടിദോഷങ്ങളൊക്കെയാകാം. നമ്മുടെ കുടുംബം സന്തോഷമായിരിക്കുന്നത് കാണുമ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത ചിലരുടെ കൊടും അസൂയ നമ്മുടെ ഐശ്വര്യത്തെ കെടുത്തിക്കളയും. എന്നാൽ നമ്മുടെ കൂടെ കാവലായി ശ്രീ വിഷ്ണുമായ സ്വാമിയുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയക്കണം? ഇത്തരം ദോഷങ്ങളെ അതിൻ്റെ ഉറവിടത്തിലേക്ക് തന്നെ തിരിച്ചടിക്കാൻ കഴിയുന്ന, സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ചെയ്യാൻ സാധിക്കുന്ന ലളിതവും എന്നാൽ അതിശക്തവുമായ ഒരു കർമ്മമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിന് നമുക്ക് ആകെ വേണ്ടത് ഒരേ ഒരു കഷ്ണം കർപ്പൂരം മാത്രമാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ശനിയാഴ്ച ദിവസമാണ് ഈ കർമ്മം ചെയ്യാൻ ഏറ്റവും ഉത്തമം. ശനിയാഴ്ച രാത്രി നമ്മുടെ വീട്ടിലെ സന്ധ്യാവിളക്ക് കത്തിച്ച് അത് കെട്ടുകഴിയുന്ന സമയത്ത് വേണം ഇത് ചെയ്യാൻ. ഇതിനായി ഒരു പരന്ന പാത്രം എടുക്കുക. സ്റ്റീലോ പൂജാതട്ടമോ ആകാം, പ്ലാസ്റ്റിക് ഒഴിവാക്കുക. അതിൽ കുറച്ച് വെള്ളമെടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയും വെറ്റിലയിൽ തേക്കുന്ന വെളുത്ത ചുണ്ണാമ്പും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിപ്പോൾ നല്ല ചുവപ്പ് നിറത്തിലുള്ള ഗുരുതിയായി മാറിയിട്ടുണ്ടാകും. ഈ ഗുരുതിയിലേക്ക് 2 കുരുമുളകോ അല്ലെങ്കിൽ വറ്റൽമുളകോ ഇടുക. അതിനു മുകളിലായി കേടുപാടുകളില്ലാത്ത ഒരു തളിർ വെറ്റില വയ്ക്കുക. ഈ വെറ്റിലയുടെ ഒത്ത നടുക്കായി ഒരു കഷ്ണം കർപ്പൂരം കൂടി വെച്ചാൽ നമ്മുടെ കർമ്മത്തിനുള്ള താലം റെഡിയായി. ഇനി ആർക്കാണോ ദോഷം ബാധിച്ചിരിക്കുന്നത് എന്ന് കരുതുന്നത്, ആ വ്യക്തിയെ വീട്ടിൻ്റെ ഉമ്മറത്തോ മുറ്റത്തോ കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കി നിൽക്കാൻ പറയുക. വെറ്റിലയ്ക്ക് മുകളിലെ കർപ്പൂരം കത്തിച്ച ശേഷം ആ താലം കയ്യിൽ പിടിച്ചുകൊണ്ട് വ്യക്തിയെ ശിരസ് മുതൽ പാദം വരെ ഘടികാര ദിശയിൽ ക്ലോക്ക് വൈസ് 7 തവണ ഉരിയണം. ഇങ്ങനെ ഉരിയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയിൽ അർപ്പിക്കണം. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയേ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് സർവ്വദോഷങ്ങളെയും ഭസ്മീകരിക്കും. സ്വയം ഉഴിയേണ്ടവർക്ക് കണ്ണാടിയുടെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ താലം സ്വന്തം നെഞ്ചിന് നേരെ പിടിച്ചോ ഉഴിയാവുന്നതാണ്. 7 തവണ ഉഴിഞ്ഞ ശേഷം ആ പാത്രത്തിലെ ഗുരുതിയും സാധനങ്ങളും ആരും കാലെടുത്തു വയ്ക്കാൻ സാധ്യതയില്ലാത്ത വീടിൻ്റെ പുറകുവശത്തെ മണ്ണിൽ കൊണ്ടുപോയി കളയുക. ആരും അത് ചവിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം കൈകാലുകളും മുഖവും നന്നായി കഴുകി ശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ വീടിനകത്തേക്ക് കയറാവൂ. ഈ ഒരു കർമ്മം ചെയ്തു കഴിയുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹത്താൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. പുരോഗതിയെ തടഞ്ഞു നിർത്തിയിരുന്ന ദോഷങ്ങൾ അകലുകയും അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങളും സമാധാനവും നിങ്ങളെ തേടി വരികയും ചെയ്യും. പൂർണ്ണ വിശ്വാസത്തോടെ ഇതൊന്ന് ചെയ്തു നോക്കൂ. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ദോഷങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്തു കൊടുക്കുക. ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹങ്ങൾക്കും ഇത്തരം വിശ്വാസപരമായ അറിവുകൾക്കുമായി നമ്മുടെ വിഷ്ണുമായ പരിഹാരം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല അറിവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.